بسم الله الرحمن الرحيم وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മൾ നമസ്കരിച്ച നമസ്കാരവും അല്ലാഹുവിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയുള്ള ഇരുത്തവും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ ആരംഭ ഭാഗത്ത് ആദ്യം മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. രണ്ടാമത് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. മൂന്നാമത് മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു. അവരെപ്പറ്റി വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്തുൽ ബഖറയിലെ 11 മുതൽ 14 വരെയുള്ള ആയത്തുകൾ, 15 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ അത്തരം മുനാഫിക്കുകളായ ആളുകളോട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെട്ടാൽ ഖാലൂ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ അങ്ങനെ കുഴപ്പമൊന്നും സൃഷ്ടിക്കുന്നവരല്ല. പിന്നെയോ ഞങ്ങൾ ജനങ്ങൾക്ക് ക്ഷേമം വരുത്തുന്നവരാണ്, നന്മ വരുത്തുന്നവരാണ്, ഞങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് എന്നവർ പറയുമത്രേ. അതായത് ഇവിടെ തുഫ്സിദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് നമ്മളെ വിചാരിക്കുന്നത് പോലെ ഭൂമിയിൽ അക്രമവും അനീതിയും കൊള്ളയും കൊലപാതകവും ഇതൊക്കെ നടത്തലല്ല. പിന്നെയോ അള്ളാഹുവിനെ അല്ലാത്തവരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കലാണ്, കുഫ്റാണ്, പാപങ്ങൾ ചെയ്യലാണ്. അങ്ങനെ പാപങ്ങൾ ചെയ്ത് കുഫ്രിയത്തിലേക്ക് പെട്ടിട്ട് ആ രീതിയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ, പറയപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ നല്ല ആളുകളാണ്, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ എന്ന് അവർ പറയും. പക്ഷെ അള്ളാഹ് തിരുത്തുകയാണ്.
അലാ, നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണേ, നിങ്ങൾ അറിയണേ, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരുടെ കാപട്യം കാരണത്താൽ അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫസാദാണ്, കുഴപ്പമാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കുഴപ്പക്കാരാണ്. പക്ഷേ വലാകിൻ ലാ യശ്ഉറൂൻ, അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ല. അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് അവര് വ്യാഖ്യാനിക്കുകയാണ്, അവർ വിചാരിക്കുകയാണ്. അങ്ങനെയല്ല, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അവർ കുഴപ്പക്കാരാണ്. പക്ഷെ അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ല. മാത്രമല്ല, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ജനങ്ങളൊക്കെ ഇതാ വിശ്വസിക്കുന്നല്ലോ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു, പ്രവാചകനെ അവതരിപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു. ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കുന്നു. ആ ജനങ്ങളെല്ലാം വിശ്വസിക്കുകയാണല്ലോ, അതേപോലെ നിങ്ങളും വിശ്വസിക്കുന്നു എന്നവരോട് പറയപ്പെട്ടാൽ അവർ തിരിച്ചെന്താ മറുപടി പറയുക? ഖാലൂ അനുമിനു കമാ ആമനസ്സുഫഹാ, വിഡ്ഢികളായ, പമ്പര വിഡ്ഢികളായ, ബുദ്ധിശൂന്യരായ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളും വിശ്വസിക്കണോ? തിരിച്ചവർ ചോദിക്കും. ജനങ്ങളെല്ലാം വിശ്വാസത്തിലേക്ക് ഒഴുകുകയാണ്, നിങ്ങളും അതുപോലെ വിശ്വസിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ തിരിച്ചവരുടെ മറുപടി എന്താണ്? തിരിച്ചവരുടെ മറുപടി അവരൊക്കെ വിഡ്ഢികളാണ്, അവരൊക്കെ വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളായ ആളുകളാണ്. അവരെ പോലെ ഞങ്ങളും ആകണോ? ഞങ്ങളും അവരെ പോലെ ആകണോ? ഒരിക്കലും ഞങ്ങൾ അവരെ പോലെയല്ല. ഞങ്ങള് ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ്, ഞങ്ങൾ ബോധമുള്ളവരാണ്, ഞങ്ങൾ അവര് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യുകയില്ല. അല്ലാഹ് പറയുകയാണ്, അതിന് മറുപടി അല്ലാഹ് കൊടുക്കുകയാണ്. അലാ, അറിയണേ, നിങ്ങൾ അറിയണേ, ഇന്നഹും ഹുമുസ്സുഫഹാ, ഇത്തരം വാദം അവർ ഉയർത്തുന്നതിലൂടെ അവര് തന്നെയാണ് വിഡ്ഢികൾ, അവരാണ് വിഡ്ഢികൾ. പക്ഷേ വലാകിൻ ലാ യഅലമൂൻ, അവർക്ക് മനസ്സിലാക്കുന്നില്ല, അവർ മനസ്സിലായിട്ടില്ല, അവരതിനെ പറ്റി അറിയുന്നില്ല. അവർ തന്നെയാണ് വിഡ്ഢികൾ, അല്ലാതെ വിശ്വസിച്ച ആളുകൾ വിഡ്ഢികളല്ല, അവരാണ് വിഡ്ഢികൾ. മൂന്നാമതോ വഇദാ ലഖുല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ കണ്ടുമുട്ടുമ്പോ, യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ കണ്ടുമുട്ടുമ്പോ ഖാലൂ ആമന്നാ, അവരോട് പറയും ഞങ്ങൾ വിശ്വസിച്ചവരാണ് കേട്ടാ. അതാണ് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, രണ്ട് മുഖം, അവിടെ ഇവിടെയും കാലി ചവിട്ടുക. രണ്ട് വള്ളത്തിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടുക എന്ന് പറയും. അവരെ കാണുമ്പോൾ ഒരു സ്വഭാവം, ഇപ്പുറത്ത് കാണുമ്പോൾ വേറൊരു സ്വഭാവം. അതൊക്കെ നിഫാഖ് തരത്തിന്റെ അടയാളങ്ങളാണ്, കാപട്യത്തിന്റെ അടയാളങ്ങളാണ്. മുഅ്മിനീങ്ങളെ കണ്ടുമുട്ടുമ്പോ, അവരുടെ സദസ്സിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ അവരുടെ അടുക്കൽ ചെല്ലുമ്പോ അവര് പറയും ഖാലൂ ആമന്നാ, ഞങ്ങൾ നിങ്ങളെപ്പോലെ വിശ്വാസികളാണപ്പാ, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന പ്രവാചകൻ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസവുമില്ല കേട്ടോ, നമ്മൾ വിശ്വാസികളാണ്, നമ്മളെല്ലാം ഒന്നാണപ്പ. നേരെ മറിച്ച് വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരവരുടെ കുഫിരിയത്തിന്റെ നേതാക്കന്മാരടുക്കലേക്ക് അവർ കടന്നു ചെല്ലുമ്പോ, നേതാക്കന്മാരടുക്കലേക്ക് ചെല്ലുമ്പോ ഖാലൂ ഇന്നാ മഅകും, അവർ നേതാക്കന്മാരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എങ്ങനെയുണ്ട് മുഅ്മിനി? ഉടനല്ലേ മുഅ്മിനീങ്ങളെ കണ്ടുമുട്ടുമ്പോ മുഅ്മിനീങ്ങളോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. അവരുടെ തന്നെ അവിശ്വാസികളായ നേതാക്കന്മാരെടുക്കൽ ചെല്ലുമ്പോ നേതാക്കന്മാരോടൊന്ന് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് കേട്ടോ, അത് ചുമ്മാ സൂട്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മാരെ കൂടെ ചെറുതായിട്ടൊന്ന് കൂടിക്കൊടുത്തതേ ഉള്ളൂ.
എന്നിട്ട് പിന്നെ എന്താ പറയുക? ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങളവരെ പരിഹസിക്കുകയാണ്, ഞങ്ങളവരെ പരിഹസിക്കുകയാണ്, മുഅ്മിനീങ്ങളെ ഞങ്ങൾ പരിഹസിക്കുകയാണ്, അല്ലാതെ ഞങ്ങൾ അവരിൽ പെട്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ യഥാർത്ഥ വിശ്വാസിയൊന്നും ആയിട്ടില്ല, നിങ്ങൾ അങ്ങനെ ഞങ്ങളെ വിചാരിക്കല്ലേ നേതാക്കന്മാരെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അല്ലാഹു അതിന് മറുപടി പറയാണ്, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു അവരെ പരിഹസിക്കും, പടച്ച റബ്ബ് അവരെ പരിഹസിക്കും. മാത്രമല്ല വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഊൻ, അതിക്രമങ്ങളിൽ അന്ധരായി അലഞ്ഞു തിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിടുകയും ചെയ്തിരിക്കുന്നു. ഒന്നാമത് അന്ധത, വിവരമില്ല, ബോധമില്ല. അങ്ങനെ അന്ധന്മാരായി അക്രമങ്ങളിലും അനീതികളിലും മോശത്തരങ്ങളിലും മ്ലേച്ഛത്തരങ്ങളിലും അലഞ്ഞു തിരിയാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ വ്യാപരിച്ച് അതിൽ തന്നെ പെട്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിട്ടിരിക്കുകയാണ്, അവരെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന സമയത്ത് തങ്ങൾ ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുമ്പ് ഉമ്മത്തിനോട് സൂക്ഷിക്കാൻ വേണ്ടി, ഇവരെയൊക്കെ ഗൗനിച്ചോണമെന്ന് സൂക്ഷിക്കാൻ വേണ്ടി 14 മുനാഫിക്കുകളുടെ ലിസ്റ്റ്, 14 പേരുടെ ലിസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? എപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടാകും, മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാകും അവർ. പക്ഷെ പ്രതിസന്ധി ഘട്ടം വരുമ്പോ, പ്രത്യേകിച്ച് രണാങ്കണത്തിലേക്ക് പുറപ്പെടേണ്ടുന്ന ഘട്ടം വരുമ്പോ, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒഴിവുകിഴിവുകൾ പറഞ്ഞ്, ഒതിരുകൾ പറഞ്ഞ്, കാരണങ്ങൾ പറഞ്ഞ് അവർ പെട്ടെന്ന് ഉൾവലിയും, മുന്നോട്ട് മാറും. യുദ്ധവിജയം കഴിഞ്ഞതിന് ശേഷം കടന്നു വരുമ്പോ അവർ പറയും, ഞങ്ങൾ വലിയ പ്രാർത്ഥനയിലായിരുന്നു, ഞങ്ങൾ വലിയ ആഗ്രഹത്തിലായിരുന്നു, അൽഹംദുലില്ലാ വിജയമുണ്ടായല്ലോ എന്ന് പറയും. പരാജയമാണെങ്കിൽ പറയും, ഞങ്ങൾ കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് വിജയിക്കാമായിരുന്നു എന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയും. തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം അന്നത്തെ കാലഘട്ടത്തിൽ. അതേ വേഷം, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ഉണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല, എല്ലാത്തിനും പെട്ടിട്ട് അതിലൊക്കെ കൂടി നിന്നിട്ട് അപ്പുറത്തേക്ക് ചാടുന്ന ഒരു സ്വഭാവം മുനാഫിക്കുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനപ്പെട്ട ഒരു സഹാബിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലിസ്റ്റ് ഏൽപ്പിച്ചു. അല്ലാഹ് പറഞ്ഞു കൊടുത്തു, ഇവന്മാർ ഇന്നവനൊക്കെ മുനാഫിക്കാണ് കേട്ടോ. മുനാഫിക്കിന്റെ ലിസ്റ്റ് അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നാളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പുറകെ നടന്നല്ലോ ആ ലിസ്റ്റിലൊന്ന് കാണിക്കാൻ, ലിസ്റ്റ് കാണിക്കാൻ. സഹാബി പേടിച്ചത് എന്താണ്? ലിസ്റ്റ് എങ്ങാനും ഉമറിനെ കാണിച്ചു കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു ആ 14 പേരുടെയും കഥ കഴിഞ്ഞത് തന്നെ. ഭൂമിയുടെ മുകളിൽ അവന്മാരെ വെച്ചോണ്ടിരിക്കൂല, ആ 14 എണ്ണത്തിന്റെയും കഥ കഴിഞ്ഞത് തന്നെ. അത് പേടിച്ചിട്ടാണ് ആ സഹാബി എന്ത് ചെയ്തത്? കാണിക്കാതിരുന്നത്. ഇല്ല, ഞാൻ കാണിക്കൂല എന്ന് പറഞ്ഞു. അവസാനം നടന്ന് അവസാനം ചോദിച്ചു, എന്നാൽ ഒരു കാര്യം കാണിക്കണ്ട, ആ ലിസ്റ്റില് എന്റെ പേരുണ്ട്, ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ട്, ആ 14 പേരുടെ ലിസ്റ്റിനകത്ത് എന്റെ പേരുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല, നമുക്ക് വലിയൊരു പാഠമാണ്, നിങ്ങളുടെ വലിയ പാഠമാണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ അവസരം തരുമാറാകട്ടെ. അവരുടെയൊക്കെ ഈമാൻ എന്തായിരുന്നു അല്ലേ? പടച്ചവനിലേക്ക് ചെന്നെത്തുന്നതിനെ പറ്റി ഭയപ്പെട്ടിരുന്നു. ഭൂമിയെ സ്വർഗമാക്കി മാറ്റിയവർ, സ്വർഗം കൈക്കൂമ്പിളിൽ കിട്ടിയവർ, അള്ളാഹിന്റെ റസൂൽ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോലും അവര് എവിടെയെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് പരിധി നടക്കുകയാണ്. നഊദുബില്ലാ. അപ്പോ ആ കാലഘട്ടത്തിൽ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിലെ സത്യനിഷേധികളെക്കാൾ അപകടകരമായിരുന്നു ആര്? മുനാഫിക്കുകളായ സത്യനിഷേധികളായ ആളുകൾ. അള്ളാഹു അവരെ സംബന്ധിച്ച് അവസാനമായി പറഞ്ഞു നിർത്തി, ഉലൈക അല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ
അവര് സന്മാർഗം വിറ്റിട്ട് വലാലിയത്തിനെ വഴികേടിനെ വാങ്ങിച്ചവരാണവർ. അള്ളാഹ് അവസാനം പറഞ്ഞു നിർത്തുകയാണ്, അവരെ പറ്റി പറഞ്ഞു നിർത്തുകയാണ്. സന്മാർഗത്തിന്റെ ഹുദയെ, സന്മാർഗത്തിനെ വിറ്റിട്ട് അവര് വലാലിയത്തിന് പകരം വലാലിയത്തിനെ വാങ്ങിയവരാണവർ. പക്ഷേ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവരുടെ കച്ചവടം നഷ്ടമായി പോയി. അവർ നടത്തിയ കച്ചവടം നഷ്ടത്തിലാണ്. അവര് ഹിദായത്തിനെ വിറ്റിട്ട് വലാലിയത്തിനെ വാങ്ങിച്ചത്. ഹിദായത്തിനെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് വലാലിയത്തിന്റെ പിന്നാലെ അവർ കൂടിയത്. അവർ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ലാഭകരമല്ലാത്ത കച്ചവടമാണ് അവർ ചെയ്തത്. വമാ കാനൂ മുഹ്തദീൻ, വമാ കാനൂ മുഹ്തദീൻ. അവർ സന്മാർഗികളായിരുന്നില്ല, അവർ സന്മാർഗം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മുനാഫിക്കുകൾക്ക് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഏറ്റവും വലിയ ശിക്ഷ കുഫ്രിയത്തിന്റെ ആളുകൾക്കല്ല, ഏറ്റവും വലിയ ശിക്ഷ മുശ്രിക്കുകൾക്കല്ല. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? മുനാഫിക്കുകൾക്കാണ്, കപടവിശ്വാസികൾക്കാണ്. ഇന്നൽ മുനാഫിഖ ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ്. എങ്ങനെയെങ്കിലും പൊങ്ങി വരാൻ നോക്കിയാൽ പൊങ്ങാൻ പറ്റൂല. മണ്ടലിങ്ങനെ അട്ടിയട്ടി ആളുകൾ കിടക്കുകയാണ്. നേതാക്കന്മാരെ മകളിങ്ങനെ അട്ടിയട്ടി ഇങ്ങനെ ആളുകൾ കിടക്കുകയാണ്. മാത്രമല്ല മുകളിലത്തെ മുഴുവൻ ചീഞ്ചലവും ചോരയും രക്തവും ചലവും ഇതൊക്കെ ഒലിച്ചൊലിച്ച് താഴെ തട്ടിലേക്ക് ഇറങ്ങി അതിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നവരാണ് മുനാഫിക്കുകൾ. അതിന്റെ ലക്ഷണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസത്തു ഇദാ ഹദ്ദസ കദബ. ഈ ഹദീസ് പറയുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. ഈ ഹദീസ് ആളുകളുടെ മുന്നിൽ പറയുമ്പോൾ വലിയ പേടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസത്തു, മറ്റേ റിവായത്തിൽ 4 അർബഅത്തുന്നുണ്ട്. 3 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അത് മുനാഫിക്കിന്റെ അടയാളമാണ്, കപടവിശ്വാസിയുടെ അടയാളമാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. നാക്കെടുത്ത്, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ നാക്കെടുത്താൽ കള്ളം പറയും. അല്ലേ നമ്മൾ പറയുന്നത്? അവൻ നാക്കെടുത്ത കള്ളമേറ്റു, അവൻ കള്ളം മാത്രമേ പറയുകയുള്ളൂ. നാക്കെടുത്ത് അവൻ കള്ളവ് പറയുള്ളൂ എന്നാലും നമ്മൾ പരാമർശം അന്ന് പറഞ്ഞാൽ കള്ളം മാത്രം പറയുന്ന ആളുകൾക്കാണ് നമ്മൾ അങ്ങനെ പറയുക. ഇദാ ഹദ്ദസ കദബ, ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. കൂടെ നിൽക്കും എന്നിട്ട് കുതിങ്കാല് വെട്ടി, കൂടെ നിൽക്കും കുതിങ്കാല് വെട്ടി. അണ്ടർഗ്രൗണ്ടിലൂടെ പണിയാണ്. കൂടെ ചിരിച്ച് അടിയാ പുളിയാന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ കൈയിട്ട് വലിയ സൗഹൃദമായിട്ട് നടക്കും. അപ്പുറത്തോട്ട് മാറി അടിവേലിറക്കും. ഇദഅ്തുമിന ഖാന. നബി തങ്ങളുടെ തങ്ങൾ പറഞ്ഞു ഇദഅ്തുമിന ഖാന. ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്യും ലംഘിക്കും. ഒരു കാലത്തുമില്ല. ഒരു നാടിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു നാടിനെ പറ്റി ഇന്നും ആളുകൾ പറയുന്നു, അവിടെ പറച്ചിലേ ഉള്ളൂ, കൊടുക്കലില്ല. നാടിന്റെ പേര് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ പറയുന്നു. ഇനി നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. പത്തനാപുരത്തുകാർ സ്ഥിരം പറയുന്നു, അവിടെ പറച്ചിലേ ഉള്ളൂ, കൊടുക്കലില്ല എന്ന് പറഞ്ഞാൽ എന്താ? വാഗ്ദാനമുണ്ട്, പക്ഷെ ഒരു കാലത്ത് ഒരു കൊടുക്കൂല. അത് കൊടുക്കും, ഇത് കൊടുക്കും, ആനയെ കൊടുക്കും, മല കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ പറയും, കൊടുക്കൂല. ഇതാ വഅദ അഖ്ലഫ. 4ാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു റിവായത്തിലുണ്ട്, ഇദാ ഖാസമ ഫജറ. തർക്കം ഉണ്ടായാൽ അത് ജയിക്കാൻ വേണ്ടി എന്ന് പറയും, അവസാനത്തെ അടവ് തെറി വിളിക്കും. തർക്കം ഉണ്ടായാൽ തെറി വിളിക്കും. അവിടുന്ന് എസ്കേപ്പ് ആകാനുള്ള അവസാനത്തെ വഴിയാണ്. തർക്കിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? പിന്നെ ഒറ്റ വഴിയാണ്, പൊളിച്ച തെറി വിളിക്കുക. അപ്പൊ നിർത്തുവല്ലോ ആള്, മറ്റേ ആള് നിർത്തുവല്ലോ, പിന്നെ അങ്ങോട്ട് സംസാരിക്കുന്നു. അള്ളാഹു കാക്കുമാറാകാം, അള്ളാഹു കാക്കുമാറാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് 4ഉം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവൻ ഒറിജിനൽ മുനാഫിക്കാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിലുണ്ട്, ബാക്കി 3 ഇല്ല എങ്കിൽ നിഫാഖിന്റെ അടയാളം, അംശം അവരിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഹദീസ് പറയുമ്പോൾ വല്ലാതെ വിഷമത്തോടു കൂടിയാണ് ഈ ഹദീസ് പറയാൻ കഴിയുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോണം, നമ്മൾ സൂക്ഷിച്ചോണം.